ഹലോ ചെങ്ങാതിക്കൂട്ടം ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു കുട്ടി വീഡിയോ ആണ്. പൊതിച്ചോറ് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. പൊതിച്ചോറിനുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇല മുറിക്കാനായിട്ട് ഇപ്പോൾ ഞാനും പൊന്നൂസും കൂടിയിട്ട് അങ്ങോട്ട് പറമ്പിലേക്ക് പോയതാണ് കേട്ടോ. ഇവിടെ ആകെ ഒരു 4 വാഴയേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ മുകളിൽ ഒന്നുമില്ല, ഒക്കെ ഇങ്ങനെ കീറി പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇല. അപ്പോൾ സ്കൂൾ പറമ്പിലേക്ക് ഞങ്ങൾ ഇവിടുത്തെ വാഴയുടെ കന്ന് അങ്ങോട്ട് എറിഞ്ഞതിൽ ഉണ്ടായതാണ് കേട്ടോ. അവിടെ ഒരു 5-6 വാഴ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഈ മതിലിൻ്റെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇല മുറിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ 2 ഇല മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനും പൊതിച്ചോറ് കിട്ടുകയെന്ന് പറഞ്ഞപ്പോൾ പൊന്നൂസിന് വേണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവൾക്ക് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പൊന്നൂസ് ഇടയ്ക്കൊക്കെ സ്കൂളിലേക്ക് പൊതിച്ചോറ് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോസ് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇലയൊക്കെ കഴുകി എടുത്തതിന് ശേഷം അതൊന്ന് വാട്ടിയെടുക്കണമല്ലോ. അപ്പോൾ അതിനായിട്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ. 2 ഇല എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ കേട്ടോ ഇല കിട്ടിയത്. ഇലയൊന്നും ഇല്ല, ആകെ കീറിയ പോലുള്ള ഇലകളായിട്ട് അത് കാരണം മുറിക്കാനും പറ്റില്ല കേട്ടോ. ചോറ് കെട്ടിയെടുക്കാനായിട്ട് ഞാനിത് ആദ്യം ഒരു പേപ്പർ ഇട്ടു, അതിൻ്റെ മുകളിൽ ഇല വെച്ച് കൊടുത്തു കേട്ടോ. അതിലേക്ക് നമ്മൾ ആദ്യം ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ ആർഭാടായിട്ടുള്ള സദ്യകളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ വെച്ചിട്ടുള്ള കറികളും ഉപ്പേരികളും വെച്ചിട്ടാട്ടോ നമ്മൾ പൊതിച്ചോറ് തയ്യാറാക്കണത്. അപ്പോൾ ചോറിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ മീൻ കറിയാണ് കേട്ടോ ഇന്ന് വെച്ചിരിക്കുന്നത്. മത്തി കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു ലേശം ചാറും 2 കഷ്ണം കൂടിയിട്ട് ഒരു സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മീൻ വറുത്തതുണ്ട്, പിന്നെ ഉപ്പേരി ഉണ്ട് കേട്ടോ. വഴുതനങ്ങ ഉപ്പേരി ഉണ്ട്, വെണ്ടക്കായ ഉപ്പേരി ഉണ്ട് കേട്ടോ. ചിലയിടത്ത് മെഴുക്ക് പുരട്ടി എന്നൊക്കെ പറയും, ഞങ്ങളിവിടെ ഉപ്പേരി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ മീൻ വറുത്തത് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വഴുതനങ്ങ ഉപ്പേരി എടുത്തിട്ടുണ്ട്, അത് ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വെണ്ടക്കായ ഉപ്പേരി എടുത്തിട്ടുണ്ട്. ഇന്ന് 2 തരം ഉപ്പേരി ഉണ്ട് കേട്ടോ. വഴുതനങ്ങ ഉപ്പേരി കുട്ടികളൊന്നും കഴിക്കില്ല, അത് കാരണം അവർക്കായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ വെണ്ടക്കായ. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിത് കാന്താരി സൊർക്കയിൽ ഇട്ടതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് പൊന്നൂസിൻ്റെ പിറന്നാളിന് കേക്ക് മേടിക്കാനായിട്ട് കയ്യാറിൽ പോയപ്പോൾ മേടിച്ചതാണ് കേട്ടോ. നല്ല എരിവുള്ള കാന്താരി മുളകാണ് കേട്ടോ. അപ്പോൾ കിച്ചുമോനാണെന്ന് അതിൻ്റെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ചോറിൽ ഒഴിച്ചിട്ടാട്ടോ അപ്പോൾ ചോറുണ്ണണത്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 3-4 കാന്താരി എടുത്തിട്ട് ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പൊതിച്ചോറിൽ ഒഴിച്ചു കൂടാനാവാത്തൊരു വിഭവമാണ് മുട്ട പൊരിച്ചത്. അപ്പോൾ ഞാനിതാ ഒരു മുട്ട എടുത്തിട്ട് പൊരിച്ചെടുത്തിട്ട് അതും കൂടി ഈ ഒരു സൈഡിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇല നിറച്ചതാ വിഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൂട്ടാനും ഉപ്പേരിയും മീൻ വറുത്തതും കാന്താരി മുളകും മുട്ട പൊരിച്ചതും ഒക്കെ. പിന്നെ പൊന്നൂസിൻ്റെ പൊതിച്ചോറ് കേട്ടലാണ്. അപ്പോൾ ഞാനൊരു ചട്ടുകം ചോറിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൾക്ക് വഴുതനങ്ങ ഉപ്പേരിയും മീൻ വറുത്തതും മീൻ കൂട്ടാനും ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അവൾക്ക് ഇഷ്ടമുള്ള മീൻ എന്തെങ്കിലും കറി വെച്ചാലേ കേട്ടോ അവൾ കഴിക്കുള്ളൂ. അപ്പോൾ അവർക്കായിട്ട് ഞാനിത് മോര് കാച്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കുറച്ചിങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അവൾക്ക് മുട്ട പൊരിച്ചതിനേക്കാൾ ഇഷ്ടം മുട്ട പുഴുങ്ങിയെടുക്കണതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പുഴുങ്ങിയെടുത്തതുണ്ട്, അതും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെണ്ടക്കായ ഉപ്പേരിയാണ് ഞാൻ എടുത്തത്, അത് ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു കേട്ടോ. അതൊക്കെ തന്നെയല്ലേ കേട്ടോ പൊന്നൂസിൻ്റെ പൊതിച്ചോറിൽ. അവൾക്ക് അത് തന്നെ മതി, അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പൊതിച്ചോറ്. സ്കൂളിലേക്ക് കൊണ്ടുപോകാനായാലും നല്ല ഇഷ്ടമാണ് കേട്ടോ പൊതിച്ചോറ്. അങ്ങനെ പൊന്നൂസിൻ്റെ പൊതിച്ചോറ് ഞാനിതാ പൊതിയാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ അത് പൊതിഞ്ഞ് മാറ്റി വയ്ക്കാം നമുക്ക് കുറച്ച് നേരം കേട്ടോ. എന്നിട്ട് ഉച്ച നേരത്ത് അത് എടുക്കുമ്പോൾ ഉണ്ടാവും നല്ലൊരു മണം, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പൊതിച്ചോറാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പൊതിച്ചോറ് ഞാനിതാ കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ, 2 പൊതിച്ചോറ്. അപ്പോൾ ഉച്ചയാകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഉച്ച വരെ വെയിറ്റ് ചെയ്തു കേട്ടോ. ഒരു 10:30 ആകുമ്പോൾ കെട്ടി വെച്ചതാണ് കേട്ടോ നമ്മുടെ പൊതിച്ചോറ്. അപ്പോൾ പൊന്നൂസ് ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കാം, അമ്മ കഴിക്കാറായോ എന്ന് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചും കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അവളതിനെ നിർത്തിയിരിക്കുകയായിരുന്നു കേട്ടോ. അവസാനം പൊന്നൂസിൻ്റെ പൊതിച്ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾ അതിൽ നിന്നൊരു കോഴിമുട്ട എടുത്തു, പിന്നെ ഉപ്പേരിയും പിന്നെ നമ്മുടെ മോര് നമ്മൾ കാച്ചിയതാണല്ലോ ഒഴിച്ചിരിക്കുന്നത്, അതും കൂട്ടി കഴിച്ചു. സൂപ്പറാണെന്ന് പറയാം കേട്ടോ. അധികം വിഭവങ്ങളൊന്നും വേണ്ട കേട്ടോ. അവൾക്കൊരു മുട്ട പൊരിച്ചത് അല്ലെങ്കിൽ മോരുണ്ടെങ്കിൽ മതി കേട്ടോ അവൾക്ക് ഊണ് കഴിക്കാനായിട്ട്. അപ്പോൾ അടുത്തത് ഞാൻ എൻ്റെ പൊതിച്ചോറാണ് കേട്ടോ. ഇതിലൊരുപാട് വിഭവങ്ങളുണ്ട് കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ തന്നെ വായിൽ കപ്പലോട്ടണ വെള്ളം ഉണ്ടായിരുന്നു. ആ ചോറിൽ ആ കറിയും ഉപ്പേരിയും മീൻ വറുത്തതൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പൊന്നൂസ് അപ്പുറത്തിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ ചോറും പിന്നെ ഉപ്പേരിയും മുട്ട പൊരിച്ചതും മീൻ വറുത്തതിൻ്റെ ഒരു കഷ്ണവും ഒക്കെ കൂട്ടിയിട്ട് ഒരു ഉരുളെടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞാനിത് വോയിസ് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് നല്ല കൊതിയുണ്ട് കേട്ടോ. ഒരു പൊതിച്ചോറ് കൂടി കഴിക്കാനുള്ള കൊതിയുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് കഴിച്ചു കേട്ടോ. ചീനമുളക് ഉപ്പിലിട്ടതാണ് കേട്ടോ. അയ്യോ നല്ല എരിവാണ്. ഇതൊക്കെ കൂട്ടി കുഴച്ച്
നല്ലൊരു ഊണ് കഴിച്ചു ഉച്ചയ്ക്ക് കേട്ടോ. അടിപൊളി പൊതിച്ചോറായിരുന്നു കേട്ടോ. ഇത്രയൊന്നും വിഭവങ്ങളില്ലെങ്കിലും വല്ല മീൻകറിയോ ഉപ്പേരിയോ ഒരു കോഴിമുട്ട പൊരിച്ചതായാലും നമുക്ക് പൊതിച്ചോറ് കെട്ടിയെടുക്കാം കേട്ടോ. പൊതിച്ചോറ് പറഞ്ഞാൽ ഇലയിൽ കെട്ടിയിട്ട് കഴിക്കണ ആ ഒരു സ്വാദാണ് കേട്ടോ. ഒരു മണം വിശന്നിട്ടിരിക്കണ നേരത്ത് കഴിക്കുമ്പോൾ ഒരു സ്വാദ് എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്ര നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് ഇടുകയും വേണം കേട്ടോ. അപ്പോൾ മാക്സിമം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ, ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വേറെ ദിവസം വരാം കേട്ടോ. ടാറ്റാ.